ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം. ഹൈക്കോടതിയുടേതാണ് ഇടക്കാല ഉത്തരവ്. മാർച്ച് 12-ന് മുൻപ് നിലപാട് അറിയിക്കണം. വിവരങ്ങളുമായി ജിജീഷ് എഴുതുന്നുണ്ട്. ജിജീഷ്, ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ സ്വീകരിച്ച നടപടികളെ അറിയിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി പറയുന്നത്? അശ്വതി, ഈ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരുകൾ എത്രമാത്രം ഇടപെടുന്നുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഒരു ചോദ്യം തന്നെയാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. കാരണം ക്വാറികളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ക്വാറികൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ചില പൊതുതാൽപര്യ ഹർജികൾ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് കോടതി ഇക്കാര്യത്തിൽ വിശദമായി തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി ഇതിൻ്റെ വിശദാംശങ്ങൾ, കസ്തൂരിരംഗൻ റിപ്പോർട്ടാണെങ്കിലും ഗാഡ്ഗിൽ റിപ്പോർട്ടാണെങ്കിലും എല്ലാം തന്നെ അതിൻ്റെ നടപടികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അത് കൃത്യമായി ഓരോ ഘട്ടങ്ങളിലും എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, അതിൻ്റെ നടപടികളുടെ പുരോഗമനം ഏതുവരെയാണ്, ഇതുവരെ എത്രമാത്രം അതിൽ മുന്നോട്ട് പോയി എന്നതെല്ലാം തന്നെ വിശദമാക്കിക്കൊണ്ട് മാർച്ച് 12-ന് നിലപാട് അറിയിക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേൽ കേന്ദ്ര സർക്കാരുകൾ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ഒരു ആക്ഷേപമാണ് ഈ ഹർജിക്കാരിൽ ചില ആളുകൾ ഉന്നയിച്ചിരുന്നത്. ഹർജിക്കാരിൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമെന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരിസ്ഥിതി ലോല മേഖലകളുടെ സംരക്ഷണത്തിന് വേണ്ടി കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ കാര്യക്ഷമമായ ഒന്നും ചെയ്യുന്നില്ല എന്നത് തന്നെയാണ്. അവിടെ സർക്കാരുകൾ എന്ത് മറുപടി നൽകുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇതുവരെ ഏതെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ, അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്നതെല്ലാം തന്നെയായിരിക്കും ഇനി ആ റിപ്പോർട്ടിൽ പ്രധാനമായും മനസ്സിലാക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹർജികളിലെ ചില ആവശ്യങ്ങൾ നേരത്തെ സുപ്രീം കോടതി തീരുമാനത്തോടെ തീർപ്പാക്കിയതാണ്. അത് വനനശീകരണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജികൾ. വയനാട് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണം ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കാത്തത് ആണ് എന്നാണ് ഈ ഹർജിക്കാരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്തതും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ മുഖവിലക്കെടുക്കാത്തതുമാണ് ഇത്ര വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഒരു കാരണമായി തീരുന്നത്. വയനാട് ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, ഈ പരിസ്ഥിതി സംരക്ഷണവും വനനശീകരണവും ഒപ്പം തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ഒരു നടപ്പിലാക്കാത്തതും എല്ലാമാണ് എന്ന കാര്യങ്ങൾ ഈ ഒരു ഹർജികളിലെല്ലാം തന്നെ വിവിധ പരിസ്ഥിതികളുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികളിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തും പ്രാമുഖ്യം കണക്കിലെടുത്തും തന്നെയാണ് കോടതി ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നടപടികളിലേക്കും ഇടപെടലുകളിലേക്കും കടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ റിപ്പോർട്ട്, സമഗ്രമായ ഒരു റിപ്പോർട്ട് നൽകാൻ തന്നെയാണ് മാർച്ച് 12-ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, നിലപാട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിയിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പരിസ്ഥിതി സംരക്ഷണമാണ് പ്രധാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കർണ.